ഹായ് ഗായ്സ്, എനിക്ക് ലോങ് വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് ഹായ് ഗായ്സ്, നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവില്ലേ ഇവളെന്തെന്ന് ലോങ് വീഡിയോ ലൈറ്റ് വന്നേന്ന്. അതെ, ഇത് എൻ്റെ ആദ്യത്തെ ലോങ് വീഡിയോ ആണ്. ബാക്കിൽ ഇത് സ്വിച്ച് ബോർഡ് ഉണ്ട്, കുഴപ്പമില്ലല്ലോ അല്ലേ. അപ്പോൾ ഞാനെപ്പം ഷോർട്സ് ആണ് ഇടൽ, കാണുന്നവർക്കറിയാം. അപ്പോൾ ഇതെൻ്റെ ആദ്യത്തെ ലോങ് വീഡിയോ ആണ്. അപ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ലോങ് വീഡിയോ ഇടുന്നുണ്ടെങ്കിൽ ഇതന്നെ ആയിരിക്കണം എൻ്റെ ആദ്യത്തെ ലോങ് വീഡിയോ എന്ന്. വീഡിയോ വേറെ എന്തിനേയും കുറിച്ചിട്ടല്ല, ഇതിനെക്കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾ തമ്മിൽ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇതാണ് മെൻസ്ട്രൽ കപ്പ്. മെൻസ്ട്രൽ കപ്പ് എന്ന് പറയുമ്പോൾ അധികം പേർക്കും അറിയുന്നുണ്ടാവും, പക്ഷെ അറിയാത്തവർക്കാണ് ഇത് നമുക്ക് പീരിയഡ്സിൻ്റെ ടൈമിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. അപ്പോൾ ഈ പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ പറയാനാണ് ഞാൻ വന്നത്. റിവ്യൂ അല്ല, എൻ്റെ എക്സ്പീരിയൻസ് പറയാനാണ് വന്നത്. അപ്പോൾ ഞാൻ ഇതേപോലെ നമുക്കറിയാം അല്ലേ, പീരിയഡ്സ് ആവുമ്പം പാഡാണ് നമ്മൾ ഉപയോഗിക്കില്ല പൊതുവെ. അപ്പോൾ ഈ പാഡ് ഉപയോഗിക്കുമ്പോൾ എന്തെല്ലാം ബുദ്ധിമുട്ടുണ്ടെന്ന് നമുക്കറിയാം. അപ്പോൾ ഞാൻ വിചാരിക്കും ഈ ബോയ്സിനെല്ലാം എന്ത് നല്ലതാ, പാഡ് ഉപയോഗിക്കണ്ട, പീരിയഡ്സ് ഇല്ല. അപ്പോൾ ഈ പാഡിന് പകരം വേറെ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എപ്പോഴും ആലോചിക്കും. അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ് ഞാൻ ഇതിനെക്കുറിച്ചിട്ട് കേട്ടത്, മെൻസ്ട്രൽ കപ്പിനെ കുറിച്ചിട്ട്. അങ്ങനെ ഞാൻ കുറേ വീഡിയോസിൽ ചെക്ക് ചെയ്യാൻ തുടങ്ങി. കുറേ വീഡിയോസ് കണ്ടു, യൂട്യൂബ് വീഡിയോസ് കണ്ടു. ഇതേപോലെ യൂസ് ചെയ്തിട്ട് റിവ്യൂ പറഞ്ഞ കുറേ ആൾക്കാരെ വീഡിയോസ് കണ്ടു. ഡോക്ടേഴ്സിൻ്റെ കുറേ വീഡിയോസ് ഉണ്ട്, അതെല്ലാം ഞാൻ കണ്ടു. അപ്പോൾ എല്ലാവരും പറയുന്നത് നല്ലതാണ്, ഉപയോഗിച്ചാൽ നല്ലതാണ്. ഉപയോഗിച്ചവരൊന്നും പിന്നെ പാഡിലോട്ട് തിരിഞ്ഞു പോയിട്ടില്ല എന്നല്ല പറഞ്ഞത്. അപ്പോൾ ഞാൻ വിചാരിച്ചിട്ട് എന്താ സംഭവം, അത്ര വലിയ സംഭവമാണോ, പക്ഷെ ഇതെങ്ങനെ ഇൻസേർട്ട് ചെയ്യും എന്നല്ലേ എല്ലാവർക്കും ഉണ്ടാകുന്ന പേടി എനിക്കും ഉണ്ടായി. അങ്ങനെ ഞാൻ അതിൻ്റെ ഇടയ്ക്കാണ് എൻ്റെ ആൻറ്റി ഒരാൾ ഇത് ഉപയോഗിക്കുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞത്. എന്നിട്ട് ഞാൻ ആൻറ്റിയോട് ചോദിച്ചു എങ്ങനെയുണ്ട് ഉപയോഗിക്കുമ്പോൾ, നല്ലതാണോ എന്നെല്ലാം ചോദിച്ചപ്പോൾ ആൻറ്റി പറഞ്ഞു അടിപൊളി സാധനം, ഭയങ്കര കംഫർട്ടാണെന്നെല്ലാം പറഞ്ഞിട്ട് ആൻറ്റി പറഞ്ഞു. അപ്പോൾ എനിക്കിത് ഉപയോഗിക്കണം എന്നൊരു ആഗ്രഹം, പക്ഷേ പേടിയാണ് ഇത്. അങ്ങനെ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോട് പറഞ്ഞു. അപ്പോൾ ഞാൻ ഹോസ്റ്റലിലാണ്, എൻ്റെ റൂംമേറ്റ്സിനോട് സംഭവം പറഞ്ഞിട്ട് തരുമ്പോൾ അവർ പറഞ്ഞു പിന്നെ എനിക്ക് പേടിയാണ്, ഞാനൊന്നുമില്ല ഉപയോഗിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ, ഞാൻ എന്തായാലും വാങ്ങും, എനിക്ക് എന്തായാലും ഇത് ഉപയോഗിക്കണം എന്ന് പറഞ്ഞ് ഞാൻ ഓൺലൈനിൽ ഇത് ഓർഡർ ചെയ്തെന്ന് വെച്ചാൽ ഞാൻ നമ്മ എന്ന് പറഞ്ഞ ചേച്ചിയുടെ യൂട്യൂബ് വീഡിയോ കണ്ടു. അപ്പോൾ ആ ചേച്ചി മുന്നേ വേറൊരു മെൻസ്ട്രൽ കപ്പ് ഉപയോഗിച്ചുകൊണ്ടായത്. ഇപ്പോൾ ഉപയോഗിക്കുന്നത് ഈ നമ്മ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ മെൻസ്ട്രൽ കപ്പാണ്. ഇത് ഭയങ്കര കുറച്ചും കൂടി സോഫ്റ്റ് ആണെന്നെല്ലാം കേട്ടു. അങ്ങനെ ഞാനത് ഓർഡർ ചെയ്തപ്പോൾ മെൻസ്ട്രൽ കപ്പും പിന്നെ അതിൻ്റെ കൂടെ വാഷ് ചെയ്യേണ്ട ഒരു സംഭവം കൂടി കിട്ടി. അപ്പോൾ ഈ മെൻസ്ട്രൽ കപ്പ് നമ്മൾ ഒരു പീരിയഡ്സിൽ ഉപയോഗിച്ചാൽ ആ പീരിയഡ്സ് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റെറിലൈസ് ചെയ്തിട്ട് വെക്കണം. അടുത്ത പീരിയഡ്സ് വരേക്കും നമ്മൾ ഭയങ്കര ക്ലീൻ ആയിട്ട് വെക്കണം. കാരണം നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്ന ഒരു സംഭവം ആയതുകൊണ്ട് ഭയങ്കര ക്ലീൻ ആയിട്ട് വെക്കണം. അങ്ങനെ ഞാനിത് ഓർഡർ ചെയ്തതിന് മുന്നേ അമ്മയോട് പറഞ്ഞു സംഭവം. അപ്പോൾ അമ്മക്ക് ഭയങ്കര ടെൻഷനായി തന്നെ പോലെ. എനിക്ക് നല്ല ടെൻഷനുണ്ട്, പേടിയുണ്ട്, പക്ഷെ എനിക്കിത് ഉപയോഗിക്കണം എന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അങ്ങനെ ഞാൻ ടെൻഷനൊന്നും പുറത്ത് കാണിച്ചില്ല. അമ്മയോട് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു ഇത് വേണോ വെക്കണോ, എന്തെങ്കിലും ആയെങ്കിൽ എന്താക്കും എന്നെല്ലാം പറഞ്ഞിട്ട് അമ്മ ഫുള്ള് ഡീമോട്ടിവേറ്റ് ചെയ്തു. പക്ഷെ ഞാൻ തളർന്നില്ല. അങ്ങനെ ഞാൻ എന്തോ പറഞ്ഞപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഓളോട് ഞാൻ സംഭവം പറഞ്ഞു. ഡിഗ്രിയിലെ എൻ്റെ ഫ്രണ്ടാണ്, ഡിഗ്രിയിൽ എൻ്റെ കൂടെ പഠിച്ചത്. അപ്പോൾ ഓള് പറഞ്ഞു ഞാൻ ഉപയോഗിക്കുന്നുണ്ടല്ലോ, നല്ല അടിപൊളിയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു നീ ഉപയോഗിക്കുന്നുണ്ടോ, എന്നാൽ പിന്നെ കുഴപ്പമില്ല. നമ്മളൊന്നിച്ചില്ല ഒരാൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു സന്തോഷമല്ലേ, ഒരാളും കൂടി ഉപയോഗിക്കുന്നുണ്ടല്ലോ എന്നുള്ളൊരു ഇതല്ലേ. എന്നിട്ട് ഓള് പറഞ്ഞു നീ പേടിക്കൊന്നും വേണ്ട, നീ ഉപയോഗിക്ക്, സെറ്റാവും എന്നെല്ലാം പറഞ്ഞിട്ട് ഭയങ്കര മോട്ടിവേഷൻ ആയിരുന്നു എനിക്ക്. ആൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ, ഭയങ്കര മോട്ടിവേഷൻ തന്നു. അങ്ങനെ ഞാൻ പീരീഡ്സ് ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്തു. കാരണം പീരീഡ്സ് ആവുന്ന ടൈമിൽ വേണം നമ്മളിത് ഉപയോഗിക്കാൻ, അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാരണം ആദ്യമായിട്ട് ഉപയോഗിക്കുന്നതും അല്ലേ. അങ്ങനെ പീരീഡ്സ് ആവാൻ വേണ്ടി കാത്തുന്നു. പീരീഡ്സ് ആയിട്ട് ഞാൻ അവളോട് പറഞ്ഞു ഞാൻ ഉപയോഗിക്കാൻ പോകുന്ന, എനിക്ക് പേടിയാന്ന്, ഭയങ്കര ടെൻഷനാന്ന് എന്നെല്ലാം പറഞ്ഞു. അവള് പറഞ്ഞു നീ പേടിക്കൊന്നും വേണ്ട, എല്ലാത്തിനും ഞാനുണ്ട്, ഫുൾ സെറ്റ്, ഒന്നും പേടിക്കൊന്നും വേണ്ട എന്നെല്ലാം പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്തെങ്കിലും ആയി ഞാൻ നിന്നെ വിളിക്കും. കാരണം മിക്ക ആൾക്കാർക്കുള്ള പേടിയെന്ന് വെച്ചാൽ ഇത് നമ്മൾ ഇൻസേർട്ട് ചെയ്യുമ്പോൾ ഇത് ഉള്ളിലോട്ട് പോകും. കാരണം നമ്മൾ വജൈനയുടെ ഉള്ളിലോട്ടാണ് ഇത് ഇൻസേർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഉള്ളിലോട്ട് പോവോ എന്നുള്ള ഭയങ്കര പേടിയാണ് അധികം ആൾക്കാർക്കും ഉണ്ടാവല്. പിന്നെ നമ്മൾ യൂറിൻ പാസ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവോ, ഇങ്ങനെയുള്ള പേടിയാണ് എല്ലാവർക്കും ഉണ്ടാവല്. അങ്ങനെ ഞാൻ യൂസ് ചെയ്യാൻ വേണ്ടി നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കര പേടിച്ചിട്ട് എനിക്ക് ഇരിക്കാൻ പറ്റിയിട്ടില്ല, ഇൻസേർട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. അങ്ങനെ ഞാൻ തിരിച്ചു വന്നു. പിന്നെ കുറേ കഴിഞ്ഞ് ഞാൻ വീണ്ടും നോക്കിയിട്ടാണ് ഞാനിത് ഇൻസേർട്ട് ചെയ്തത്.
അപ്പം എനിക്ക് ഭയങ്കര ഒരു സന്തോഷം സമാധാനമല്ലായിരുന്നു. ഞാൻ വെച്ചു സംഭവം ഇൻസേർട്ട് ചെയ്തു എന്നെല്ലാം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഒരു പ്രൗഡ് മൊമെൻ്റാണ് ഉണ്ടായത്. പക്ഷേ പിന്നെന്ന് പറയുന്നത് ഇത് പിന്നെ എടുക്കണമല്ലോ നമ്മൾ. ഒരു 8 മണിക്കൂർ 9 മണിക്കൂറാണ് മാക്സിമം നമ്മൾ വെക്കേണ്ടത് ഉള്ളിൽ. പിന്നെ നമ്മളത് എടുത്തിട്ട് വേണം അതിൽ നിന്ന് ബ്ലഡ് റിമൂവ് ചെയ്ത് വീണ്ടും ഇത് ഉള്ളിലോട്ട് ഇൻസേർട്ട് ചെയ്യാൻ. അപ്പോൾ ഇതെങ്ങനെ എടുക്കും എന്നുള്ളൊരു ടെൻഷൻ ഭയങ്കരമായിട്ട് എനിക്ക് ഉണ്ടായിന്. ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഓക്കെ രാത്രിയാണ് വെച്ചത്. എന്നിട്ട് രാവിലെ വരെ നിന്നു. രാവിലെ ഒന്ന് എണീച്ചിട്ട് ഞാൻ മെല്ലെ മെല്ലെ റിലാക്സ് ചെയ്ത് കൂൾ ചെയ്ത് ഞാൻ പുറത്തെടുത്തു. കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഇത് ശീലമായി, എപ്പോഴും വെക്കാൻ തുടങ്ങി. അപ്പം അന്ന് ഞാൻ ഒരു ധൈര്യത്തിൻ്റെ പാഡും കൂടി വെച്ചു. കാരണം അറിയില്ലല്ലോ ലീക്കാവോ ഇല്ലയോ എന്നൊന്നും. അങ്ങനെ ഞാൻ ധൈര്യത്തിൻ്റെ പാഡും കൂടി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ലീക്കൊന്നും ആയിട്ടില്ല, അങ്ങനത്തെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഞാൻ ഡെയിലി മീൻസ് പീരിയഡ്സിൻ്റെ സമയത്ത് ഇത് തന്നെയാണ് വെക്കുന്നത്, കുഴപ്പമൊന്നുമില്ല. ഇതേപോലെ എപ്പോഴെങ്കിലും പെട്ടെന്ന് ഇപ്പോൾ ഇടയ്ക്ക് നമ്മൾ വിചാരിക്കാത്ത സമയത്ത് പീരിയഡ്സ് ആയെങ്കിൽ മാത്രമാണ് പാഡ് ഉപയോഗിക്കുന്നത്. അല്ലാണ്ട് ഞാൻ പാഡ് വാങ്ങലില്ല. എനിക്ക് പാഡ് വെക്കുന്നത് ഇപ്പം ഇഷ്ടമല്ല. കാരണം അത്രയും കംഫർട്ടാണ് ഗൈസ്. എനിക്കറിയില്ല നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലാവുമെന്ന്. അത്രയും കംഫർട്ടാണ്. നമ്മൾ ഇത് വെച്ചാൽ പിന്നെ നമ്മൾ ഒരിക്കലും പാഡിലോട്ട് തിരിച്ചു പോവില്ല. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വെക്കണം എന്നുണ്ടെങ്കിൽ യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്തത്. കാരണം ഞാൻ ചെയ്യുമ്പോൾ നിങ്ങളിൽ ഒരാൾ പോലെ നിങ്ങൾക്ക് തോന്നുമല്ലോ, അതുകൊണ്ടാണ് ഞാൻ ചെയ്തത്. അതുകൊണ്ടാണ് എൻ്റെ ആദ്യത്തെ വീഡിയോ ഇതന്നെ ചെയ്യണമെന്ന് എനിക്ക് തോന്നിയത്. കാരണം ഗേൾസിന് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. പാഡ് നമുക്ക് പിന്നെ ഉപയോഗിക്കാനേ തോന്നില്ല. എനിക്കറിയാം പാഡ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് എന്തെല്ലാം ബുദ്ധിമുട്ടുണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ ഇത് ഉപയോഗിച്ചാൽ പിന്നെ ഒരിക്കലും നമുക്ക് പാഡ് ഉപയോഗിക്കേണ്ടി വരില്ല. ഞാനിപ്പോൾ ഉപയോഗിക്കലേ ഇല്ല, ഞാനിപ്പോൾ വാങ്ങൽ കൂടിയില്ല. വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഇതൊന്ന് വാങ്ങിയാൽ, ഇത് സിലിക്കോണിൻ്റെ സംഭവമാണ്, ഇതൊന്ന് വാങ്ങിയാൽ 10 വർഷത്തോളം ഇത് ഉപയോഗിക്കാമെന്നാണ് പറയുന്നത്. പക്ഷെ നമുക്ക് അത്രയൊന്നും വെക്കണമെന്നില്ല. അതിൻ്റെ ഇടയിൽ മാറ്റി വീണ്ടും വാങ്ങണമെങ്കിൽ വാങ്ങാം. എന്നാലും മാസം ഒന്നും വാങ്ങണ്ടല്ലോ. നമുക്കറിയാം ഒരു മാസം നമുക്ക് എത്ര പാഡ് വേണം. ഒരു പാഡിൻ്റെ പാക്കറ്റിൽ 6 പാഡല്ലേ ഉണ്ടാവും. അപ്പോൾ നമുക്ക് 2-3 പാക്കറ്റെല്ലാം എന്തായാലും വേണം. അപ്പോൾ ഒരു കൊല്ലം എത്ര പാഡെല്ലാം നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെന്ന് നമുക്കറിയാം. അപ്പം അങ്ങനെല്ലാം നോക്കുമ്പോൾ ഭയങ്കര കംഫർട്ടാണ്. പിന്നെ വേറൊരു സംഭവം എന്ന് വെച്ചാൽ നമുക്ക് പീരിയഡ്സ് ആണെന്ന് ഓർമ്മയേ ഉണ്ടാവില്ല. നമ്മൾ മറന്നു നമുക്ക് പീരിയഡ്സ് ആണ് എന്നുള്ള കാര്യം. അത്രയും കംഫർട്ടാണ്, അത്രയും കംഫർട്ട്. ഞാൻ വെറുതെ ഇത് തള്ളുന്നൊന്നുമല്ല. ഇത് ഉപയോഗിക്കുന്നവർക്ക് അറിയാം, അവർക്ക് മനസ്സിലാവും ഞാൻ പറയുന്നതിൻ്റെ ആ ഒരു ഫീലിങ്. കാരണം ഉപയോഗിക്കാത്തവർക്ക് മനസ്സിലാവില്ലല്ലോ. അപ്പോൾ ആർക്കെങ്കിലും ഇങ്ങനെ ചെറിയൊരു മനസ്സിൽ ഇങ്ങനെ ചെറിയൊരു ഇത് ഉപയോഗിക്കണം എന്ന് ചെറുങ്ങനെ ഒരു ഇതുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത്. അപ്പോൾ ഇതാണ് സംഭവം. ഇത് ഞാൻ ഉപയോഗിച്ച മെത്തേഡ് എന്ന് പറയുന്നത് ഈ ഒരു മെത്തേഡാണ്. ഇനി കുറേ മെത്തേഡ് ഉണ്ട് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, 3-4-5 മെത്തേഡ് ഉണ്ട്. എനിക്കിതാണ് ക്ലിക്കായത്. അപ്പോൾ നമ്മളിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഇൻസേർട്ട് ചെയ്യുമ്പം ഇത് ഉള്ളിലോട്ട് ഇൻസേർട്ടായി നിൽക്കും. എന്നിട്ട് യൂട്രസ് എന്ന് പറയുന്നൊരു വാക്വത്തിൽ ഇതിങ്ങനെ പോയി നിൽക്കുകയാണ് ചെയ്യുക. ഇങ്ങനെ നിൽക്കും. പിന്നെ അത് ഉള്ളിലോട്ട് പോവുകയും ചെയ്യില്ല, ഒന്നും ആവുകയും ചെയ്യില്ല. നമുക്ക് യൂറിൻ പാസ് ചെയ്യുമ്പോൾ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഇപ്പം അമ്മ പറയും എന്നോട്, ഞാനും വാങ്ങിയാലും മെൻസ്ട്രൽ കപ്പ് എനിക്ക് ഉപയോഗിക്കണം എന്നെല്ലാം ഉണ്ടെന്ന്. കാരണം ഇപ്പോൾ പഞ്ചായത്തിൽ വരെ ഫ്രീ ആയിട്ട് പെൺകുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട് മെൻസ്ട്രൽ കപ്പ്. അത്രത്തോളം ഇപ്പം ഭയങ്കരമായിട്ട് ഇത് യൂസ്ഡ് ആയിട്ട് വരുന്നുണ്ട്. നല്ല കാര്യമാണ്. ചില ആഡും ഞാൻ കാണലുണ്ട് ഈ മെൻസ്ട്രൽ കപ്പിൻ്റെ തന്നെ. ഭയങ്കര കംഫർട്ടാണ്. ഇത് ഉപയോഗിച്ച ഒരാൾക്കും പാഡിലേക്ക് തിരിച്ചു പോകാൻ വേണ്ടി പറ്റൂല. അപ്പോൾ അതെനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യണം തോന്നി. അത് ഷെയർ ചെയ്യാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. അപ്പം അത്രയല്ലോ. ബൈ.